LPST ഉദ്യോഗാർത്ഥികൾക്ക് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരവുമായി UP സ്കൂൾ ഉദ്യോഗാർത്ഥികൾ. സമരം ഇന്ന് 11ാം ദിവസത്തിലാണ്. റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ച് 10 മാസം പിന്നിടുമ്പോഴും നിയമനം നടക്കാതെ വന്നതോടെയാണ് ഉദ്യോഗാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. അതേസമയം LPST റാങ്ക് ഹോൾഡേഴ്സ് നടത്തിവരുന്ന സമരം 34ാം ദിവസത്തിലേക്ക് കടന്നു. വിവരങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനൻ ഒപ്പം ചേരുന്നുണ്ട്. ജ്യോതിഷ്, അങ്ങനെ സമരങ്ങൾക്കൊപ്പം നിന്ന ഒരാൾ മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ സമരങ്ങളുടെ കാലമാണ് നടക്കുന്നത്. അതായത് LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം 34, ഒരു മാസം പിന്നിട്ട് 4 ദിവസം കൂടിയാവുകയാണ്. ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ഒരു കത്ത് കൊടുത്തു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ദൂതൻ വഴി ഒരു കത്ത് അവർക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിപ്പോൾ UPST വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികളും സമരത്തിൻ്റെ പാതയിലാണ്. കാണുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരവധി യുവാക്കൾ എത്തുന്നു എന്നതാണ് സമരത്തെ പിന്തുണയ്ക്കാൻ, യുവമോർച്ച പ്രത്യേകിച്ചും. എന്താണ് UP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ആവശ്യങ്ങൾ? കൃഷ്ണരാജ്, ആതിരായ്, ഇതിപ്പോൾ LPST റാങ്ക് ഹോൾഡേഴ്സിന് പിന്നാലെയാണ് ഇപ്പോൾ UPST റാങ്ക് ഹോൾഡേഴ്സും സമരത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുന്നത്. അവരെ സാഹചര്യത്തിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവരുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു 10 മാസം പിന്നിട്ടിട്ടും അവർക്കൊരു നിയമനം പോലും ആ ലിസ്റ്റിൽ നിന്നുണ്ടായില്ല എന്നാണ് UPST റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ അവരുടെ അനിശ്ചിതകാല നിരാഹാര സമരം ഇപ്പോൾ 11 ദിവസം പിന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവരുടേതും ന്യായമായ ആവശ്യങ്ങൾ മാത്രമാണ് അവർ പറയുന്നത്. കാരണം ഈ പ്രധാനപ്പെട്ടത് അവരുടെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:25 ആക്കുക, 5ാം ക്ലാസ്സിലേത് 1:25 ആക്കുക, അതുപോലെ തന്നെ 6, 7 ക്ലാസ്സുകളിലേത് 1:30 ആക്കുക, അതുപോലെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള നിയമനങ്ങൾ നൽകുക, അധ്യാപകർക്ക് നൽകുക. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ്. എന്നാൽ മാത്രമേ തങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിലേക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിക്കൂ എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. നിരവധി തവണ പൊതുവിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ വലിയൊരു കടുത്ത അവഗണനയാണ് ഇവർക്കും നേരിടുന്നത് എന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃഷ്ണരാജ് പറഞ്ഞ പോലെ തന്നെ സമരത്തിനൊപ്പം പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ അവരെ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് വേണ്ട നിയമനം നൽകുന്നില്ല, അധികാരത്തിൽ വന്നാൽ നിയമനം നൽകുമെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയും സർക്കാരുമാണ് ഇപ്പോൾ കടുത്ത അവഗണന ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം LPST റാങ്ക് ഹോൾഡേഴ്സാണ് ഇപ്പോൾ ചേരുന്നത്. അവരുടെ സമരം ഇപ്പോൾ 34 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. കത്ത് കൊടുത്തവർ, കൃഷ്ണരാജ് പറഞ്ഞ പോലെ കത്ത് കൊടുത്തു. അതും യുവമോർച്ച നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അവരോട് ഈ രേഖാമൂലം ഒരു കത്ത് നൽകണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞ കത്ത് ഇതല്ല. അവരെ റാങ്ക് ഹോൾഡേഴ്സിനെയും കൂടെ മനസ്സിലാക്കി, അവരുടെയും കൂടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അവർ പറയാനുള്ളത് എന്താണെന്നും കൂടെ അവരെ നേരിട്ട് വിളിച്ചു വരുത്തിയൊരു ചർച്ചയ്ക്ക് ശേഷം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു കത്ത് കൊടുക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കത്തിൽ ഉൾപ്പെടുത്തിയത് വെറും 2 മാസത്തെ സമയം വേണം, അതുപോലെ തന്നെ ഈ നിയമനങ്ങൾ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ LPST റാങ്ക് ഹോൾഡേഴ്സ് തന്നെ ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ നിലവിലത്തെ 34 ദിവസമായിരിക്കുന്നു നിരാഹാര സമരം, ഇപ്പോൾ 10ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നിട്ട് പോലും നിങ്ങളെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഞങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പിനോടും നമ്മുടെ സർക്കാരിനോടും ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്താ ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിക്കാൻ പേടിയാണോ എന്നാണ്. കാരണം ഈ 34 ദിവസം ഇവിടെ കിടന്നു ഒരു ടീച്ചറിൻ്റെ ജീവൻ വെച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു സ്ത്രീ 10 ദിവസത്തിൽ കൂടുതൽ ഇങ്ങനെ നിരാഹാരം കിടക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവൻ തന്നെ ഉള്ളൊരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ആ അധ്യാപികയുടെ വീടിൻ്റെ ഏക ആശ്രയമാണ് ആ അധ്യാപിക. അപ്പോൾ സ്വന്തം ജീവനും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്ന് കിടക്കുമ്പോൾ അതും കണ്ടില്ല എന്ന് നടിക്കുന്നു. ഞങ്ങൾ ഇത്രയേറെ ആളുകൾ ഈ 34 ദിവസമായിട്ട് ഈ തെരുവിൽ കിടക്കുന്നു, അതും കണ്ടില്ല എന്ന് നടിച്ച് ഈ മുഖം തിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനോട് സർക്കാരിനോട് ഞങ്ങൾ പറഞ്ഞത് ഒരു ചർച്ചയാണ്. തുറന്നൊരു ചർച്ചയിലൂടെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. പക്ഷേ ഈ ചർച്ചയ്ക്ക് അവർ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് നമ്മുടെ സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചർച്ചയ്ക്ക് വിളിക്കാൻ അവർക്ക് ഭയമാണോ എന്ന് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുക. കാരണം ചർച്ചയ്ക്ക് പങ്കെടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നൊരാവശ്യം അവർ വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ആവശ്യം അവർ ഉന്നയിക്കുമ്പോൾ അവർ അത്തരത്തിലൊരു ഇടപെടൽ ഞങ്ങളടുത്ത് നടത്തിയിരിക്കണം. അങ്ങനെ ഒരു ഇടപെടൽ നടത്തി കൃത്യമായി ഞങ്ങൾക്കൊരു മറുപടി തന്നിട്ടുണ്ടെങ്കിലാണ് അവർക്ക് ഞങ്ങളുടെ അടുത്ത് നിന്നും നിങ്ങൾ എന്തുകൊണ്ട് മടങ്ങി പോകുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കാൻ അവർക്ക് അർഹത ഉണ്ടാവുന്നത്. ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുകയും ഞങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി അവർ തരികയും ചെയ്തതിന് ശേഷം മാത്രമാണ്. അതല്ലാതെ നമ്മളിവിടെ
എന്താ പറയുക, എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ നിന്ന് പിടിച്ചു വാങ്ങി എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ കിടക്കുന്നത്. ഒരു ഔദാര്യത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇവിടെ കിടക്കുന്നത്, ഞങ്ങളുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം അതിനൊരു മറുപടി അവർ തരട്ടെ, അതിനുശേഷമാണല്ലോ ഇവിടെ നിന്ന് ഞങ്ങളോട് പോകൂ എന്നൊരു കാര്യം അവർക്ക് ആവശ്യപ്പെടാനുള്ള ഒരു അർഹത ഉണ്ടാവുക. അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. കാരണം 10 മാസമല്ല 15 മാസം ആയി കഴിഞ്ഞു. അതായത് തത്വത്തിൽ പറയുകയാണെങ്കിൽ 2 അധ്യയന വർഷങ്ങൾ കഴിഞ്ഞു. ഞങ്ങളുടെ ലിസ്റ്റിന് 3 അധ്യയന വർഷങ്ങളാണ് ലഭിക്കുക. അതിൽ 2 അധ്യയന വർഷങ്ങൾ കഴിഞ്ഞു. കലണ്ടർ വൈസ് പറയുമ്പോൾ ഇനിയും വർഷങ്ങൾ ഒരുപാടുണ്ടെങ്കിലും 3 അധ്യയന വർഷങ്ങൾ 2 അധ്യയന വർഷങ്ങൾ പോയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ കിടക്കുന്നത്. പിന്നെ ഞങ്ങൾ പറയുന്നത് എല്ലാ ക്ലാസ്സുകളിലും 1:25 ആക്കണം എന്ന് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി വീണ്ടും പറയുന്നത് അതിൻ്റെ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ അത് ഗവൺമെൻറ്റിന് ഒരു ലയബിലിറ്റിയും വരാത്ത തരത്തിലാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഡിവിഷൻ ഫോൾ സംഭവിച്ച വിദ്യാലയങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെ മാത്രം 1:25 മതി. സർക്കാർ സ്കൂളുകളിൽ എൽ പി തലത്തിൽ എവിടെയൊക്കെ ഡിവിഷൻ ഫോൾ സംഭവിച്ചോ അവിടെ മാത്രം 1:25 മതി. കാരണം അവിടെ നിലവിലൊരു ടീച്ചർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ജോലിയിൽ തന്നെ നിർത്തുക എന്നുള്ളതാണ്. കാരണം ആ ടീച്ചർ അവരുടെ ജോലിയിൽ നിന്നും വിട്ടുപോയാൽ ഞങ്ങൾക്ക് കിട്ടേണ്ട റിട്ടയർമെൻറ്റ് പോസ്റ്റുകളിലേക്കാണ് കയറുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ റിട്ടയർമെൻറ്റ് പോസ്റ്റുകൾ ഞങ്ങൾക്ക് തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് ഞങ്ങൾ നിർദ്ദേശിച്ചത്. പിന്നെ ഞങ്ങൾ HM ക്ലാസ് HTV നിലവിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്തും സമരങ്ങളുണ്ടായിരുന്നു, അത് പൂർത്തീകരിക്കുക എന്നുള്ള ആവശ്യങ്ങളായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. കൃഷ്ണരാജ്, അത് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ശരി, ഇവർ ജ്യോതിഷ്. ന്യായമായ ആവശ്യങ്ങളാണ്. ഈ വാർത്തകളുണ്ട്. ഏതായാലും അവരുടെ വേദന നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. 2 മാസത്തെ സമയം വേണം എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി അത് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ കൃത്യമായ മറുപടിയാണ് റാങ്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന വിവരങ്ങൾ. ഉദ്യോഗാർത്ഥികൾ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സർക്കാരിന് മാത്രമല്ല, പോയ സർക്കാരിനും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പോയ സർക്കാരിനാണ് കൂടുതൽ യഥാർത്ഥ ഉത്തരവാദിത്വം. അതെ, ഈ അതെ. സർക്കാർ ചോദിക്കുന്നത് കൂടുതൽ സമയം, 2 മാസം സമയം ഞങ്ങൾക്ക് വേണം. അതിന് കാരണമായി അവർ പറയുന്നത് ഈ ഒഴിവുകളൊക്കെ ഒന്ന് പരിശോധിക്കണം, പിന്നെ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകുമോ എല്ലാം അന്വേഷിക്കണമെന്നാണ് ഇവർ പറയുന്നത്. എങ്കിലും പ്രതിപക്ഷത്തിരുന്ന സമയത്ത് സമരക്കാർക്കൊപ്പം നിന്ന് നിരാഹാരം വരെ അനുഷ്ഠിച്ച പാർട്ടിയുടെ ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്നോർക്കുമ്പോഴാണ് കഷ്ടം.